ഈ ടേബിൾ വന്ന് ആ ടേബിളിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി, ഈസിയാണ്. എന്താ വൃത്തി മണി മാറ്റ സ്വിച്ച് ആവുന്നത് ഇൻഫോർമാറ്റീവ്. ഇങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയാലോ, 3 നൂലിട്ട് തയ്ക്കുന്ന ഓവർലോക്കിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റാൻഡ് ടേബിൾ വേണ്ട. ഇതിന്റെ കൂടെ തന്നെ മോട്ടറും ത്രെഡ് സ്റ്റാൻഡും ഇതിന്റെ കൂടെ തന്നെ ഫിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇത് നമുക്ക് എവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വേണമെങ്കിലും തയ്ക്കാം. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 സ്ക്രൂ ഉണ്ട്, അതിട്ടിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവുള്ളൂ. ത്രെഡിങ്ങും ഇതിന്റെ ബ്ലേഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. താങ്ക് യു. നമ്മളെ ഈ പുതിയ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മോഡൽ മെഷീനുകളാകുമ്പോൾ, അപ്ഡേഷൻ പറഞ്ഞ മെഷീനുകളാകുമ്പോൾ അത് എടുക്കുകയാണ് ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റാൻഡിന്റെ ആവശ്യമില്ല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡ് നമുക്കൊരു ഏരിയ കാണണം. ഇതിനാകുമ്പോൾ സ്റ്റാൻഡിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കാം. ഷോക്കേസിൽ വേണമെങ്കിൽ ഷോക്കേസിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുള്ള മെഷീന് എപ്പോഴും എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, പ്രവീൺ ഭായ്, ഇത് നമ്മുടെ റാനി എന്നുള്ള കമ്പനീൻ്റെ 3 നൂലിട്ടടിക്കുന്ന ഓവർലോക്ക് മെഷീനാണ്. ഇത് സ്റ്റാൻഡ് ഇല്ലാത്ത പോർട്ടബിൾ ടൈപ്പ് മെഷീനാണ് വിത്ത് മോട്ടറാണ്. അതായത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു 3 സ്ക്രൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാം. 3 നൂലിട്ടിട്ട് അടിക്കണ ഓവർലോക്ക് നൂലാണ് കേട്ടോ, സാധാ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്തി തരാം. ഇതാണ് അതിൻ്റെ ത്രെഡ് സ്റ്റാൻഡ്, നമ്മൾ നൂറിടാനുള്ള ത്രെഡ് സ്റ്റാൻഡ്. ഇതിലിവിടെ ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇത് മോട്ടർ ഇൻജിൻഡാണ്. പിന്നെ ഇത് മോട്ടർ ബെൽറ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ വാറണ്ടി പീരീഡ് ഓവർലോക്കിനാരും വാറണ്ടി കൊടുക്കാറില്ല. ഞങ്ങൾ ഒരു 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ നൂറിടണമൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓവർലോക്കിൻ്റെ ത്രെഡ് സ്റ്റാൻഡാണ് നൂറിടണത്. ഇത് കമ്പനി തരുമ്പോൾ ഇതൊക്കെ വെവ്വേറായിരിക്കും. ഇതിപ്പോൾ ഞാനിത് സെറ്റാക്കിയതാണ്. ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഫിക്സ് ചെയ്യൽ നമ്മൾ ഈ 2 ഹോൾസിലാണ്. അതിൽ ഈ 2 ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് 2 സ്ക്രൂ 2 നെട്ടും കാണാം. ഈ 2 നെട്ടും കണ്ട് ഊരി എടുത്തിട്ട് ഈ 2 ഹോൾസിലേക്ക് വയ്ക്കണം. എന്നിട്ട് 2 നെട്ട് നമ്മൾ കുടുക്കി കൊടുക്കണേ. ഇവിടെ മേലെ വെച്ചിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മെഷീനിൽ ഇപ്പോൾ ത്രെഡ് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ത്രെഡ് സ്റ്റാൻഡ് ഇതാ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മോട്ടറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മോട്ടർ ഇൻബിൽഡ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ അപ്പോൾ ഞാൻ നൂലിടണ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ത്രെഡ് സ്റ്റാൻഡ് ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ സാധനം നമുക്ക് ഈ കോൺ നൂലായിട്ട് വരുന്ന വലിയ നൂലുണ്ടല്ലോ, അത് വരുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഈ ചെറിയ ത്രെഡ് ഇട്ടിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അയച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഇടാൻ. എക്സാമ്പിൾ ഇതാ ഇങ്ങനെ 3 അങ്ങനെ എടുത്ത് അങ്ങോട്ട് പോരും. എന്നിട്ട് നമ്മൾ ഓരോ ത്രെഡുകൾ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. ഈ 3 നൂലിട്ടുകൾ എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ 3 നൂലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും സൈഡിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 3 കളർ നൂല് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബ്ലാക്ക്, ഈ സൈഡിൽ ബ്ലാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കംപ്ലൈൻറ്റ് കണ്ടാൽ വേഗം മനസ്സിലാക്കാം ഇത് ഈ ഭാഗത്തുള്ളതാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 3 നൂലിടുന്നത്. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യും പെട്ടെന്ന് നൂല് ഇടുള്ളൂ. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരികയാണ്. ഓക്കെ, ഇനി നൂലിടുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ 3 നൂല്, ഈ മഞ്ഞ നൂല് ഇതെടുക്കുമ്പോൾ നമ്മൾ ഈ സൈഡ് കൂടി വന്നിട്ടുള്ള ഈ ലൂപ്പറിലിടാൻ വേണ്ടിയിട്ടാണ് ഈ നൂല് ഉപയോഗിക്കുക. ഈ ത്രെഡ് സെൻറ്ററിൽ കൂടി ഇങ്ങനെ വന്നിട്ട് നമ്മൾ നീഡിലേക്കാണ് ഇത് ഉപയോഗിക്കുക. ഈ ബ്ലാക്ക് നൂല് നമ്മൾ ഈ സൈഡിൽ കൂടി വന്നിട്ട് ഈ സൈഡിലത്തെ ലൂപ്പറിലേക്കാണ് ഇത് ഉപയോഗിക്കുക. അങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഇത് ഇടുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ സൈഡത്തെ ഈ ഹോൾസിൽ കൂടി ഇങ്ങനെ എടുക്കാം. പിന്നെ അപ്പോൾ നമുക്ക് ഞാൻ മിഷൻ തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഹോൾസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഈ ഹോൾസ് ഇതാ, ഈ ഹോൾസ് കൂടി നമ്മൾ ഒരു നൂല് ഉള്ളിലേക്ക് ഇടുക. ഈ ഡോർ കൂടി തുറന്നാൽ അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസ് കൂടി ഇങ്ങനെ എടുക്കും. പിന്നെ ഇവിടെ 2 ഡിസ്ക് ഉണ്ട്. ഈ 2 ഡിസ്കിൻ്റെ ഇടയിൽ കൂടി ഇനി ഇവിടെ ഒരു ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലേക്ക് നമ്മൾ നൂറൊന്നും ഇങ്ങനെ കുറച്ച് കണത്തിന് മടക്കിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ, ഫാൻ ഉള്ളതുകൊണ്ടേ കുറച്ച് പ്രയാസമാണ്. ഇങ്ങനെ കണ്ടാ, ഈ ഹോൾസിൽ കൂടി ഇങ്ങനെ എടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് മെഷീൻ വാങ്ങിയ ഉടനെ ഇതുപോലെ 3 കളർ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ ഇന്ന ഭാഗത്തൊക്കെ ഇന്ന കളറാണ് വന്നത്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്താണ് ഇന്ന ത്രെഡ് വരുന്നത് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റിച്ച് കംപ്ലൈൻറ്റ് വന്നാൽ പെട്ടെന്ന് ശരിയാക്കാം. ഓക്കെ.
ഇങ്ങനെ എടുത്തിട്ട് ഈ സാധനം പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ചെറിയ ഒരു ചെറിയ കട്ടിങ് കണ്ടില്ല നിങ്ങൾ? ഇതിൻ്റെ ഉള്ളിലേക്ക് ക്ലാരിറ്റി ഈ ഹോളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ കൊക്കേൻ്റെ ഉള്ളിൽ കൊക്കേൻ്റെ ഉള്ളിൽ കിടന്നു. കൊക്കേൻ്റെ ഉള്ളിലിട്ടതിന് ശേഷം നമ്മൾ ഈ വീൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ലൂപ്പർ ഇവിടെ കാണാം. ലൂപ്പർ കണ്ടോ? അപ്പോൾ ഈ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ആദ്യം ഇടേണ്ടത് കേട്ടോ. അങ്ങനെ എടുക്കും. അങ്ങനെ എടുത്തു. അങ്ങനെ എടുത്തിട്ട് ഇനി മറ്റേ റോഡ്സ് ഉണ്ട് തട്ടത്ത്, അതിലേക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഈ ഡോർ ഇങ്ങനെ അടയ്ക്കും. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുക്കും. ഈ രണ്ട് ഡിസ്കിൻ്റെ ഇടയ്ക്ക് ഫുള്ളായിട്ട് നൂല് കയറണം കേട്ടോ. ഫുള്ളാണ് നൂല് കയറിയത്. അവിടെ സ്വിച്ച് കറക്റ്റിന് വരുള്ളൂ കേട്ടോ. നേരെ നീഡിലോട്ട് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ. നീഡിൽ നിന്ന് പറഞ്ഞാൽ അത്ര പണിയില്ല നമുക്ക് ഇടാൻ. ബാക്കിയുള്ള സൈഡിൽ നിന്ന് പറഞ്ഞാലാണ് കുറച്ച് സമയം കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവന്നു. ആദ്യം ടെൻഷൻ്റെ പ്ലേറ്റിൻ്റെ സെൻറ്ററിൽ കൂടി, രണ്ട് ഡിസ്കിൻ്റെ സെൻറ്ററിൽ കൂടി ഇട്ടു. ഇങ്ങനെ ഈ ഓൾസിൽ കൂടി ഇങ്ങനെ കൊണ്ടുവന്നു. ഇത് കൂടി വന്നിട്ട് ഈ രണ്ട് ഡിസ്കിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ എടുത്തു, നേരെ സ്വിച്ചിലേക്ക് ഇട്ടു. ഓക്കെ, ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തു. പിന്നെ ഇങ്ങനെ എടുത്തു. ഈ രണ്ട് ഡിസ്കിൻ്റെ ഇടയിൽ കൂടിയാ അത് എടുത്തില്ല. അങ്ങനെ ഇട്ടതിൻ്റെ ശേഷം ഇവിടെ ഒരു ഹോൾസ് ഉണ്ട്. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തതിൻ്റെ ശേഷം ഇതൊരു ലൂപ്പറാണ്. ഇനി ഇവിടെ അങ്ങോട്ട് റോൾസ് ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് നൂല് ആയിക്കോട്ടെ എടുത്തിട്ട് കുറച്ച് ഓക്കെ. മെഷീനിൽ രണ്ട് ബ്ലേഡ് വരുന്നുണ്ട്, അപ്പർ നൈഫ് ലോവർ നൈഫ്. ലോവർ നൈഫ് താഴത്ത്, അപ്പർ നൈഫ് മുകളിലത്തത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം 1 mm ക്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോഴാണ് ആ കട്ട് ചെയ്ത് വരുന്ന ഭാഗം നല്ല ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അഥവാ നമുക്ക് തള്ളിച്ച കുറവ്, ഫിനിഷിങ് കുറവ് അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ബ്ലേഡ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇതാണ് ചോട്ട് പന്തിക്കുന്നത്. ക്ലോത്ത് ഇങ്ങനെ വയ്ക്കാം. എന്താ വൃത്തി, മണി മറ്റേ സ്റ്റിച്ച് ആവുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഓവർലോക്കിൻ്റെ സ്റ്റിച്ച് വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ ഈ സൈഡിൽ കാണുന്നത് ഈ റെഡ് സ്റ്റിച്ചാണ്.
അടിവശം നോക്കിയാൽ കാണാൻ റെഡ്. അപ്പോൾ നമ്മൾ ഈ റെഡിലുള്ള സ്റ്റിച്ചിന് എന്തെങ്കിലും ഫാൾട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടെൻഷൻ സെറ്റ് കുറച്ച് മുറുക്കി കൊടുക്കുക. ലൂപ്പായിട്ട് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. പിന്നെ അടുത്തത് നോക്കുക, ഈ സൈഡിൽ വരുന്നത് മഞ്ഞ സ്റ്റിച്ചാണ്. ഈ മഞ്ഞ നൂലിൽ വരുന്ന ഈ ടെൻഷൻ സെറ്റ് കുറച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. പിന്നെ നടുത്തത് വരുന്നത് ഈ കറുപ്പാണ്. കറുപ്പ് എന്തെങ്കിലും ഇങ്ങനെ ലൂപ്പായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടെൻഷൻ സെറ്റ് മുറുക്കി കൊടുക്കുക. ഓക്കെ. പിന്നെ നമുക്കിത് പോർട്ടബിൾ ടൈപ്പ് ആയതുകൊണ്ട് സൗകര്യമാണ്. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. ഇവിടെ തൂക്കി പിടിക്കാനുള്ള സംവിധാനം ഈ മെഷീനിലുണ്ട്. ഇങ്ങനെ തൂക്കി പിടിക്കാം. ഈ ടേബിളിൽ നിന്ന് ആ ടേബിളിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ഈസിയാണ്. അപ്പോൾ ഈ മെഷീനിൽ നമുക്ക് നൂലിടുന്നതിൽ വെച്ചിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള മെഷീനാണ് നൂലിടാൻ. ഒരുപാട് സമയം വേണം. നല്ല സ്ട്രെയിൻ കൊടുത്തിട്ട് ചെയ്യണ നൂലിടുന്ന പരിപാടിയാണ് ഈ ഓവർലോക്ക്. സാധാരണ രീതിയിൽ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ത്രെഡ് കെട്ടി വലിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുക. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഇത് കഴിയാൻ നേരത്തെ അടുത്ത നൂല് വെക്കുക, അതൊന്ന് കെട്ടിയിട്ട് അങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈസിയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓയിൽ കൊടുക്കുക. നല്ല മിഷനാണ്. ഈ കാണുന്ന കുട്ടി ഇവിടെ പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടി വന്ന കുട്ടിയാണ്. എന്താ പേര്? ഫെൻസിൽ. എത്ര വയസ്സായി? 16. ഓക്കെ. മുന്നേ മിഷന്റെ ഉപകാരപ്രദമായ വീഡിയോസിന് വേണ്ടി പ്രവീൺ ചെറ്റാലി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വിളിക്കുക.